നമുക്കറിയാം വെറും 40,000 രൂപ മാത്രമുള്ള ശമ്പളമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത്രയധികം സ്വത്ത് എങ്ങനെ സമ്പാദിക്കുമെന്നുള്ളത് ന്യായമായ സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലെ കാണുന്ന മീശമാധവൻ പോലും നാണിച്ചു പോകും. മീശമാധവനൊക്കെ മീശ പിരിക്കുമ്പോൾ പിന്നെ അവിടെ കയറി മോഷ്ടിക്കുമെന്നാണ് പറയാറുള്ളത്. ഇവിടെ സ്വർണ്ണം എവിടെയെങ്കിലും പിണറായി വിജയൻ അപ്പം കയറി മോഷ്ടിക്കുക. മീശമാധവൻ മോഷ്ടിക്കുന്നതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോയില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനും കൂട്ടരും മോഷ്ടിക്കുന്നതൊന്നും സംസ്ഥാനം വിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട് വിട്ടോ കുടുംബം വിട്ടോ പോകാറില്ല, അല്ലെങ്കിൽ CPM വിട്ട് പോകില്ല. മുഴുവൻ അവരുടെ കയ്യിൽ തന്നെ കാണും. അപ്പോൾ ഇത് നിരന്തരമായി ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 2019 ആദ്യമായി ഒരു സ്വർണ്ണമെങ്കിലും അല്ലെങ്കിൽ ഒരു കറണ്ടിയെങ്കിലും പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണ്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉയർന്നു വന്ന ദിവസം മുതൽക്ക് തന്നെ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിൻ്റെ പേര് ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഉൾപ്പെടെ വാർത്ത ചെയ്തിരുന്നു. ഈ ഒരു 2 വർഷത്തിനിടയിലായി ഈ പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പെട്ടെന്ന് ഉയർന്നു വന്ന വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി എല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചതാണ്. ഇതിലെല്ലാം തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് നിലവിലിപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു 2 വർഷം കൊണ്ട് PS പ്രശാന്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പൊടുന്നനെ വളർന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഈ ഒരു സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്വത്ത് സമ്പാദനത്തിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം തന്നെയാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ PS പ്രശാന്ത് ഈ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. PS പ്രശാന്തിന്റെ പേര് ആദ്യമായിട്ടല്ല വരുന്നത്. ഇത് തുടക്കം മുതൽ പ്രതിപക്ഷം വളരെ ശക്തമായി പറഞ്ഞു. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് ഈ സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ പ്രശാന്തിന്റെ സ്വത്ത് സമ്പാദനം അത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം 2 നില കെട്ടിടമുള്ള വീടൊക്കെ വെച്ചു എന്ന് പറയപ്പെടുകയും അത് കാണപ്പെടുകയും ചെയ്യുകയാണ്. അപ്പം നമുക്കറിയാം വെറും 40,000 രൂപ മാത്രമുള്ള ശമ്പളമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത്രയധികം സ്വത്ത് എങ്ങനെ സമ്പാദിക്കുമെന്നുള്ളത് ന്യായമായ സംശയമാണ്. ഇവിടെ 2019 ആദ്യമായി ഇവിടെ കവർച്ച നടക്കുന്നത്. 2019 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഈ കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കുകയും അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്തുവെങ്കിൽ
അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി രണ്ടാമത് ഇപ്പോൾ പിന്നെ ഈ പറയുന്ന ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും കൊണ്ടുപോകുന്നത് അതിനെ മറച്ചു പിടിക്കുന്നതിനും അവരെ നേരത്തെ നടന്ന കൊള്ളയെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇത് നിരന്തരമായി ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 2019 ആദ്യമായി ഒരു സ്വർണ്ണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കറണ്ടിയെങ്കിലും പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണ്. നമുക്ക് അറിയാവുന്ന പെൻഷൻ തട്ടിപ്പ് നടത്തുന്ന ഇടതുപക്ഷത്തിന് എല്ലാവർക്കും അറിയാം, പ്രളയ ഫണ്ട് തട്ടിപ്പ് നടത്തുന്ന ഇടതുപക്ഷത്തിന് അറിയാം, സഹപ്രവർത്തകർ മരണപ്പെടുമ്പോൾ അതായത് രക്തസാക്ഷി ഫണ്ട് പോലും അടിച്ചു മാറ്റുന്ന ഇടതുപക്ഷത്തിനെയാണ് നമുക്ക് നാളെ ഇതുവരെ അറിയാവുന്നതെങ്കിൽ ഇന്ന് അയ്യപ്പന്റെ സ്വർണം പോലും അടിച്ചു മാറ്റാൻ മടിയില്ലാത്ത കാട്ടുകള്ളന്മാരെ മാറിയിരിക്കുകയാണ്. ഇത് വലിയൊരു കവർച്ചയാണ്. അതായത് നമ്മൾ ചമ്പൽ കൊള്ള പോലെയുള്ള സ്വർണം കവർച്ച ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലെ കാണുന്ന മീശമാധവൻ പോലും നാണിച്ചു പോകും. മീശമാധവനൊക്കെ മീശ പിരിക്കുമ്പോൾ പിന്നെ അവിടെ കയറി മോഷ്ടിക്കും എന്നാണ് പറയാറുള്ളത്. ഇവിടെ സ്വർണ്ണം എവിടെയെങ്കിലും പിണറായി വിജയൻ അപ്പം കയറി മോഷ്ടിക്കുകയാണ്. നമ്മൾ ചെമ്പിൽ സ്വർണ്ണം കടത്തിയത് നമുക്കറിയാം. ഇപ്പം അയ്യപ്പൻ്റെ സ്വർണ്ണം പോയി. അപ്പോൾ സ്വർണ്ണം പിണറായി വിജയൻ്റെ വീക്ക്നെസ് ആണ്. ഈ മീശമാധവൻ്റെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ മീശമാധവൻ മോഷ്ടിക്കുന്നതൊന്നും ചേക്ക് വിട്ട് പുറത്തു പോകില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനും കൂട്ടരും മോഷ്ടിക്കുന്നതൊന്നും സംസ്ഥാനം വിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീട് വിട്ടോ കുടുംബം വിട്ടോ പോകാറില്ല, അല്ലെങ്കിൽ CPM വിട്ട് പോകില്ല. മുഴുവൻ അവരുടെ കയ്യിൽ തന്നെ കാണും. അത് കേരളത്തിലെ പോലീസ് പിടിച്ചെടുക്കുക എന്നുള്ള ചെറിയ ഉത്തരവാദിത്തം ചെയ്താൽ മതി. ഇവിടെ നിരപരാധികളായ സമരം ചെയ്യുന്ന പാവപ്പെട്ട പ്രവർത്തകരെ തല്ലുന്ന കേരളത്തിലെ പോലീസ് ഈ തൊണ്ടി മുതൽ പിടിച്ചെടുക്കാൻ ആർജവം കാണിച്ചാൽ കള്ളന്മാരെ കൃത്യമായി പിടിക്കാൻ പറ്റും. ഒരു സംശയവുമില്ല. ജനങ്ങൾ ശക്തമായി ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. ഇതുപോലെ കള്ളന്മാരെ സത്യം പറഞ്ഞാൽ അവരുടെ വികാരമാണ്. എത്രയോ ലക്ഷം ആളുകൾ പിന്നെ അവരുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്ന അയ്യപ്പനാണ്. അപ്പോൾ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്ന അവർക്കൊരു സങ്കടം വന്നാൽ ദുഃഖം വന്നാൽ അവർ അയ്യപ്പനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ അയ്യപ്പന് ഒരു ദുഃഖം വന്നാൽ ആരോട് പോയി പ്രാർത്ഥിക്കും എന്നുള്ള രീതിയിലേക്ക് പോയി. അപ്പോൾ അയ്യപ്പനെ പോലും കബളിപ്പിക്കുന്ന, ദൈവങ്ങളോട് അനാദരവ് കാണിക്കുന്ന, ആചാരങ്ങളോട് അനിഷ്ടം കാണിക്കുന്ന, വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലെ ഇടതുപക്ഷം. ആ വിശ്വാസി സമൂഹത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിൽ അവരെ വെല്ലുവിളിച്ചാൽ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ശക്തമായി തന്നെ ജനങ്ങൾ തിരിച്ചറിയും. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. എല്ലാ കാലത്തും ഇതുപോലെ മുമ്പോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. ഇപ്പം പിണറായി വിജയന്റെ എല്ലാ അഴിമതികളും മറച്ചു പിടിക്കുന്നത് പോലെ അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയത് മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി PS പ്രശാന്തിന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതുകൂടാതെ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രശാന്തിന് ബന്ധമുണ്ട് എങ്കിൽ അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിന്നും ഉടൻ തന്നെ രാജിവെക്കണം. രാജിവെച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കും എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം മറുനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.